നമുക്കറിയാം, കേന്ദ്ര സർക്കാരിനെ നയിക്കുന്നത് RSS ആണ് എന്നത്. RSSന് ഒരു കാലത്തും കീഴടക്കാൻ പറ്റാത്തതാണ് നമ്മുടെ നാടിന്റെ, കേരളത്തിന്റെ മതേതര മനസ്സ്. വർഗീയ പ്രചാരണം, വിദ്വേഷം വളർത്തൽ, കലാപം സൃഷ്ടിക്കൽ, ഇതൊക്കെ കേരളത്തിൽ RSS പ്രയോഗിച്ചു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംഘശാഖകൾ ഇവിടെ ഉണ്ടാക്കി എന്ന് അഹങ്കരിച്ചു. പക്ഷേ നാടിന്റെ പിന്തുണയോ ജനങ്ങളുടെ അനുഭവമോ ആർജിക്കാൻ ഒരു ഘട്ടത്തിലും അവർക്ക് കഴിഞ്ഞില്ല. രാജ്യത്തിന്റെ മറ്റു പല ഭാഗത്തും സ്വന്തമാക്കി എന്ന് RSS അഹങ്കരിക്കുന്ന വിജയങ്ങളും അവർക്കുണ്ടായില്ല. അങ്ങനെയുള്ള പരാജയങ്ങളുടെയും തിരിച്ചടികളുടെയും നൈരാശ്യത്തിന്റെ ചരിത്രം മാറ്റാനാണ് രാജ്യത്തിന്റെ ഭരണാധികാരം എന്ന ആയുധം അവർ പ്രയോഗിക്കുന്നത്. ഫെഡറൽ സംവിധാനത്തിൽ ധനകാര്യ ബന്ധങ്ങൾ എങ്ങനെയാകാൻ പാടില്ല എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഓരോ നീക്കവും. മൂലധന ചെലവിനായി കേരളം നടത്തുന്ന ഉദ്യമങ്ങളെ തുരങ്കം വെക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് കഴിഞ്ഞ 5 വർഷമായി കണ്ടുവരുന്നത്. ഇതിലേറ്റവും പ്രധാനമാണ് കിഫ്ബി വായ്പകളെ സംസ്ഥാന വായ്പയായി പരിഗണിച്ചുകൊണ്ട് 2021-22 മുതൽ മുൻകാല പ്രാബല്യത്തോടെ കേരളത്തിന്റെ കമ്പോള വായ്പാ പരിധി വെട്ടിക്കുറച്ചത്. ഗ്യാരണ്ടിയും വായ്പയും രണ്ടാണെന്ന് 1999 റിസർവ് ബാങ്ക് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് ഘടകവിരുദ്ധമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വായ്പാ പരിധിയുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. കിഫ്ബിക്ക് നൽകുന്ന ഗ്യാരണ്ടിയെ സംസ്ഥാനത്തിന്റെ വായ്പയായി ബോധപൂർവം കണക്കാക്കുന്ന വികലമായ സമീപനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ വായ്പാ പരിധി വെട്ടിക്കുറവ്. കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ അക്കമിട്ട് നിരത്തി 2025 ഒക്ടോബർ 9 കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമന് വിശദമായ ഒരു നിവേദനം സമർപ്പിച്ചിരുന്നു. എന്നാൽ നിഷേധാത്മകമായ നിലപാടാണ് തുടർന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പല അപേക്ഷകളും തീരുമാനമാകാത്ത കേന്ദ്രത്തിന്റെ പരിഗണനയിൽ മാത്രമായി അവശേഷിക്കുന്ന അവസ്ഥയാണുള്ളത്. ഒരു വശത്ത് വികസനത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി തളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് കേന്ദ്ര സർക്കാരിന്റേത്. സംസ്ഥാനത്തിന്റെ തനതു വരുമാനത്തിലും വിഭവ സമാഹരണത്തിലും വൻപിച്ച കുതിപ്പുണ്ടാക്കാൻ കഴിഞ്ഞ 8 വർഷങ്ങൾ കൊണ്ട് LDF സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. 2021 മാർച്ചിൽ 47,000 കോടി രൂപയായിരുന്ന തനത് നികുതി വരുമാനം ഇപ്പോൾ ഏകദേശം 80,000 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. ഇത് കേവലമൊരു നേട്ടമല്ല, മറിച്ച് ചിട്ടയായ ധനമാനേജ്മെന്റിന്റെ ഫലമാണ്. എന്നാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത പുരോഗതിയെ അപ്രസക്തമാക്കും വിധം അർഹമായ വിഹിതം നിഷേധിച്ചും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചും കേരളത്തെ വരിഞ്ഞു മുറുക്കാനാണ് ശ്രമിക്കുന്നത്. സംസ്ഥാനം ഉന്നയിച്ച ന്യായമായ ആവശ്യങ്ങൾ മാസങ്ങളായി കേന്ദ്രത്തിന്റെ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. GST സമ്പ്രദായം നിലവിൽ വന്നതോടെ സംസ്ഥാനങ്ങളുടെ നികുതി അധികാരം ഗണ്യമായി പരിമിതപ്പെട്ടുവെന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ GST നിരക്കുകളിൽ വരുത്തപ്പെട്ട മാറ്റങ്ങൾ, റേറ്റ് റേഷണലൈസേഷൻ, ഇതുമൂലം വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ മാത്രം ഏകദേശം 8,000 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നത്. ഇതിന്റെ ആഘാതം ചെറുതല്ല. നഷ്ടപരിഹാരം ഇപ്പോൾ നിലവിലില്ല. ഇതിനു പുറമെ
അന്താരാഷ്ട്ര വ്യാപാര രംഗത്തുണ്ടായ തിരിച്ചടികൾ, പ്രത്യേകിച്ച് അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി നിയന്ത്രണങ്ങൾ നമ്മുടെ കയറ്റുമതി മേഖലയെ വലിയ തോതിലാണ് ബാധിച്ചിട്ടുള്ളത്. സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കശുവണ്ടി, തുണിത്തരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ 2500ഓളം കോടി രൂപയുടെ അധിക വാർഷിക നഷ്ടമാണ് ഇതുമൂലം സംഭവിക്കുന്നത്. ഇത്രയേറെ വെല്ലുവിളികൾക്കിടയിലാണ് IGST സെറ്റിൽമെന്റിന്റെ പേരിൽ 965 കോടി 16 ലക്ഷം രൂപ മുൻകൂർ വിനിയോഗം ക്രമീകരിച്ചു എന്ന സാങ്കേതിക ന്യായം പറഞ്ഞ് 2025 ഏപ്രിലിൽ വെട്ടിക്കുറച്ചത്. IGST വിഹിതത്തെ ആശ്രയിക്കുന്ന ഒരു ഉപഭോക്തൃ സംസ്ഥാനമെന്ന നിലയിൽ ഇത് നമ്മുടെ ധനപരമായ നിലയെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. കേന്ദ്രം നടത്തുന്ന ഈ ഏകപക്ഷീയമായ തിരിച്ചുപിടിക്കലുകൾ സംസ്ഥാനത്തിന്റെ ബജറ്റ് ആസൂത്രണത്തെ തന്നെ തകിടം മറിക്കുന്നതുമാണ്. കേന്ദ്ര വിഹിതത്തിലുണ്ടാകുന്ന വിവേചനം കണക്കുകൾ പരിശോധിച്ചാൽ ബോധ്യമാകും. 11ാം ധനകാര്യ കമ്മീഷൻ കാലയളവിൽ 3.05% കേരളത്തിന്റെ വിഹിതം. 15ാം കമ്മീഷനായപ്പോഴേക്ക് 1.92% കുറഞ്ഞു. 4 വർഷം മുൻപ് വരെ സംസ്ഥാനത്തിന്റെ ആകെ റവന്യൂ വരുമാനത്തിന്റെ 45% കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന സ്ഥാനത്ത് ഇന്നത് 25 മുതൽ 30% ഇടിഞ്ഞു. അതായത് ആകെ റവന്യൂ വരുമാനത്തിന്റെ 70 മുതൽ 75% വരെ സംസ്ഥാനം തന്നെ കണ്ടെത്തേണ്ടി വരികയാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതിന് നേരെ തിരിച്ചാണ് അനുഭവം. ചുരുക്കത്തിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ നമുക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ നിഷേധിക്കാനുള്ള കാരണമായി കേന്ദ്രം മാറ്റുകയാണ്. ഭരണഘടനയുടെ 293(3) വകുപ്പിനെ കേന്ദ്ര സർക്കാർ ഇന്ന് ഒരു രാഷ്ട്രീയ ആയുധമായാണ് ഉപയോഗിക്കുന്നത്. കിഫ്ബി, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ തുടങ്ങിയ ഏജൻസികൾ വികസന പ്രവർത്തനങ്ങൾക്കായി സമാഹരിച്ച തുകയെ സംസ്ഥാനത്തിന്റെ പൊതുകടമായി കണക്കാക്കുന്ന വിചിത്രമായ വാദമാണ് കേന്ദ്രം ഉയർത്തുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ 3,40,000 കോടി രൂപയുടെ കടം കേന്ദ്രത്തിന്റെ കടത്തിൽ കൂട്ടില്ലെന്ന് പറയുന്ന അതേ കേന്ദ്ര സർക്കാർ തന്നെയാണ് കേരളത്തിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമായ കിഫ്ബിയുടെ വായ്പയുടെ പേരിൽ നമ്മളെ വരിഞ്ഞു മുറുക്കുന്നത്. 2025-26 വർഷത്തിൽ മാത്രം 14,358 കോടി രൂപയാണ് നമ്മുടെ വായ്പാ പരിധിയിൽ നിന്നും കേന്ദ്രം ഇത്തരത്തിൽ വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഇതിൽ കിഫ്ബി പെൻഷൻ കമ്പനി വായ്പകളുടെ പേരിൽ കിഴിവ് ചെയ്ത 4,711 കോടിയുടെ അവസാന ഗഡുവും ഉൾപ്പെടുന്നു. ഇത്തരം നടപടികൾ സംസ്ഥാനത്തിന്റെ മൊത്തം വായ്പാ സാധ്യതയെ ഗണ്യമായി പരിമിതപ്പെടുത്തി. മറ്റൊരു പ്രധാന വിഷയം ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ടതാണ്. കേരളം ഇതിനകം തന്നെ ഈ ഫണ്ട് രൂപീകരിക്കുകയും 250 കോടി രൂപ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അതിൽ അശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ അടിച്ചേൽപ്പിക്കുകയും കുടിശ്ശിക ആരോപിക്കുകയും ചെയ്ത് 3,323 കോടി രൂപ കൂടി ഈ വർഷത്തെ വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ചു. റിസർവ് ബാങ്ക് 5 വർഷത്തെ കാലാവധി നൽകിയ ഒരു കാര്യത്തിന് ഇത്തരമൊരു വെട്ടിക്കുറക്കൽ നടത്തിയത് കേരളത്തിന്റെ വികസന മാതൃകയെ തകർക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി മാത്രമാണ്. CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി SPVകളുടെ ഓഫ് ബജറ്റ് വായ്പകളുടെ പേരിൽ 5,944 കോടി രൂപ കൂടി അധികമായി വെട്ടിക്കുറക്കാനുള്ള നീക്കവും ഇതേ ഗണത്തിൽപ്പെടുന്നതാണ്. ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിലേക്ക് വായ്പയെടുക്കുന്നതിനായി 12,516 കോടി രൂപയ്ക്കാണ് അപേക്ഷ നൽകിയത്. പക്ഷേ അതിൽ നിന്നും വെറും
5636 കോടി രൂപയ്ക്ക് മാത്രമാണ് കേന്ദ്രം അനുമതി നൽകിയത്. ഇത് സ്ഥിതി എത്രത്തോളം ഗുരുതരമാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ്. ദേശീയപാത വികസനത്തിൽ കേരളം കാണിച്ച മാതൃകാപരമായ സമീപനത്തോടുള്ള കേന്ദ്രത്തിന്റെ പ്രതികരണം എന്താണ് എന്നും ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. സ്ഥലമേറ്റെടുപ്പ് തുകയുടെ 25% വഹിക്കാൻ തയ്യാറായ രാജ്യത്തെ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ഇതിനായി അംഗീകരിച്ച 6769 കോടിയിൽ ഇതിനകം നാം കൈമാറിയത് 5580 കോടി രൂപയാണ്. വികസനത്തോടുള്ള നമ്മുടെ ഈ സന്നദ്ധതയെ അംഗീകരിക്കുന്നതിന് പകരം ആ തുകയെയും നമ്മുടെ സാധാരണ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി ശിക്ഷിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിച്ചത്. നമ്മുടെ ഈ നിക്ഷേപത്തെ വായ്പയായി കണ്ട് വെട്ടിക്കുറക്കുന്നത് സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ കണക്കെടുപ്പിൽ പോലും അപാകതകൾ വരുത്തിക്കൊണ്ട് നമ്മുടെ വായ്പാ പരിധി വെട്ടിച്ചുരുക്കുകയാണ്.